ഹലോ കൂട്ടുകാരെ, 7ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ വാക്ക് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് കുഞ്ഞുണ്ണി മാഷാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് കുഞ്ഞുണ്ണി മാഷിനെ ഒന്ന് പരിചയപ്പെടാം. കുഞ്ഞുണ്ണി മാഷ് ആധുനിക മലയാള കവികളിൽ ശ്രദ്ധേയനായ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. ദാർശനിക ബോധമുള്ള ഹ്രസ്വ കവിതകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. മലയാള കവിതയിൽ വ്യത്യസ്തമായൊരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. തൻ്റെ പൊക്കമില്ലായ്മയെക്കുറിച്ച് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ കവിയാണ് അദ്ദേഹം. പഴമൊഴി പത്തായം, കുഞ്ഞുണ്ണിയുടെ കവിതകൾ എന്നിലൂടെ, അക്ഷരത്തെറ്റ് മുതലായവ കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതികളാണ്. കുട്ടിക്കവിതകളിലൂടെ പ്രശസ്തനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ 2-3 കവിതകൾ നോക്കാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. സത്യമേ ചൊല്ലാവൂ, ധർമ്മമേ ചെയ്യാവൂ, നല്ലതേ നൽകാവൂ, വേണ്ടതേ വാങ്ങാവൂ. കപടലോകത്തിൽ എന്നുടെ കാപട്യം, സകലരും കാണുവതാണൻ പരാജയം. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. ആദ്യം ഒരു നമ്പൂതിരി കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പൂരി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാനപ്പുറത്ത് ഒരാനക്കാരൻ പോകുന്നുണ്ടായിരുന്നു. ആ ആനക്കാരനെ നമ്പൂരി വിളിക്കുന്നു. ആനക്കാരൻ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്പൂരി കുറച്ച് ചുണ്ണാമ്പ് ചോദിക്കുന്നു. ആനക്കാരന് ദേഷ്യം വന്നെങ്കിലും ആനക്കാരൻ നമ്പൂരിക്ക് ചുണ്ണാമ്പ് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ആനക്കാരൻ ആനപ്പുറത്ത് കയറി പോകുമ്പോൾ നമ്പൂതിരിക്ക് സംശയം തോന്നുന്നു. ആ സംശയം ഇപ്പോൾ തന്നെ അങ്ങ് തീർത്ത് കളയാമെന്ന് കരുതി വീണ്ടും ആനക്കാരൻ്റെ പിറകെ ഓടി ആനക്കാരനെ വീണ്ടും വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ആനയെ എനിക്ക് തരാമോ എന്ന്. ഇത് കേട്ട് ആനക്കാരന് വളരെയധികം ദേഷ്യം വരുന്നു. എന്നാൽ ആനക്കാരൻ ദേഷ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്പൂരി പറയുന്നു, എനിക്ക് ആനയെ വേണ്ട, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാണ്. കാരണം ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ നീ യാതൊരു വിഷമവും ഇല്ലാതെ അതെനിക്ക് തന്നല്ലോ. അതുകൊണ്ട് ഇനി ആനയെ ചോദിച്ചാൽ ആനയെ തരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയതാണെന്ന് പറയുന്നു. പോയാലൊരു വാക്ക് കിട്ടിയാലൊരാന എന്ന നമ്മുടെ പഴമൊഴിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുണ്ണി മാഷ് ഈ നമ്പൂരിക്കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വാക്കല്ലേ, അതിന് വലിയ വിലയില്ലല്ലോ എന്ന് കരുതി വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമെല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നതിനെയാണ് കുഞ്ഞുണ്ണി മാഷ് ഇവിടെ വിലക്കുന്നത്. 1000 നേടാനും 1000 നശിപ്പിക്കാനും ഒരു വാക്ക് മതി. അതുകൊണ്ട് വാക്ക് സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നാക്കിനെയും വാക്കിനെയും സംബന്ധിച്ച് ചില ചൊല്ലുകൾ കൂടി ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ നാക്ക് വെച്ചാണ് ആളുകൾ നമ്മളെ തൂക്കി നോക്കുന്നത്. അതുകൊണ്ട് സമയവും സന്ദർഭവും നോക്കി നമ്മളോട് ചോദ്യം ചോദിക്കുന്നവനെയും നമ്മളെ കേൾക്കുന്നവനെയും നോക്കി വേണം നമ്മൾ മറുപടി പറയാനായി. കാരണം നമ്മൾ പറഞ്ഞ വാക്ക് ഒരിക്കലും നമുക്ക് തിരികെ എടുക്കാൻ കഴിയില്ല. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ്. എറിഞ്ഞ കല്ല് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ചെന്ന് കൊള്ളും. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകളും എവിടെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ചെന്ന് കൊള്ളും. അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. അറിയാത്ത കാര്യങ്ങൾ നാം പറയാൻ നിൽക്കരുത്. ഇനി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നു എന്ന തോന്നൽ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രമേ എപ്പോഴും വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാക്കിന് നിഗ്രഹവും അനുഗ്രഹവും നടത്താൻ കഴിയും. ഒരാളെ വേദനിപ്പിക്കാനും അയാളെ അനുഗ്രഹിക്കാനും വാക്കുകൾക്ക് കഴിയും. അത്രമാത്രം ശക്തി വാക്കുകൾക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് ഒരിക്കലും നമുക്ക് ദോഷമുണ്ടാകരുത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അതുപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകൾ വേദനിക്കാനും ഇടവരരുത്. വാക്കിന് വാക്ക് വേണ്ട എന്ന് പറയുന്നതിലൂടെ നല്ല വാക്കുകൾക്ക് വ്യാഖ്യാനം വേണ്ട എന്നും അദ്ദേഹം പറയുന്നു. അതായത് നമ്മൾ പറയുന്നത് അർത്ഥവത്തായ വാക്കാണെങ്കിൽ പിന്നെയും നമ്മളതിനെ വലിച്ചു നീട്ടി അർത്ഥം പറയേണ്ട കാര്യമില്ല. വായാടികളായ ആളുകൾ വെറുതെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരുടെ വാക്കിന് ആരും തൂക്കം നൽകാറില്ല. എന്നാൽ വാഗ്മീകികളോ, അവർ മൗനമായിരിക്കും എപ്പോഴും. എന്നാൽ അവർ പറയുന്ന വാക്കുകൾക്ക് വളരെയധികം വിലയുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വളരെ നല്ല ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയോ കുഞ്ഞുണ്ണി ഇതുപോലൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വന്തം മകനെ പോലെയാണ്. എന്നാൽ വാക്കിനെ അദ്ദേഹം അച്ഛനായും പരിഗണിക്കുന്നു. എൻ്റെ വാക്കെനിക്ക് അച്ഛൻ എന്ന വരികൾ അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് വാക്കിനോളം ഭൂമിക്ക് പോലും തൂക്കമില്ല എന്നാണ്. അതായത് ഭൂമിയേക്കാൾ വലുതാണ് വാക്ക് എന്നാണ് പറയുന്നത്. അവസാനമായി അദ്ദേഹം പറയുന്നു, എൻ്റെ വാക്കേ ഞാൻ കേൾക്കൂ എന്ന്. കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ലേഖനമാണ് ഇത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. കണ്ടെത്താം, എഴുതാം. സംശയമായില്ലോ? ചോദിക്കാറുന്നു, ചോദിച്ചളയാം. നമ്പൂരി ചോദിച്ചത് എന്തായിരുന്നു? ആനക്കാരൻ്റെ ആനയെയാണ് നമ്പൂതിരി ചോദിച്ചത്. അടുത്ത ചോദ്യം, കണ്ടമാനം ചെലവാക്കിക്കളയാം, ഒരു വിലയില്ലായെയുണ്ട് പലർക്കും. ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്താണ്? വാക്കിന് വിലയില്ല എന്നാണ് നമ്പൂതിരി പറയുന്നത്.
അടുത്ത ചോദ്യം, വാക്കിന് വാക്ക് വേണ്ട ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്താണ്? നല്ല വാക്കിന് വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ആ വാക്ക് പൂർണ്ണമായിരിക്കും. അതിന് വീണ്ടും അർത്ഥങ്ങൾ നൽകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം, പൊരുൾ കണ്ടെത്താം. വാക്കിനോളം തൂക്കമില്ലി യൂക്കൻ ഭൂമിക്ക് പോലുമേ. ഈ ചൊല്ലിന്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക. ഇതുപോലെ വാക്കിനെക്കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക. ഉത്തരം, ഭൂമിയേക്കാൾ പ്രാധാന്യം വാക്കിനാണ് എന്നാണ് ഈ ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്നൊരു താക്കീത് കൂടി ഈ ചൊല്ലിലുണ്ട്. അടുത്ത ചോദ്യം, അനുഭവം പങ്കുവയ്ക്കാം. വാക്ക് പലവിധത്തിൽ ഉപയോഗിക്കാം. വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക. ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് നിങ്ങൾ തനിയെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നിങ്ങൾക്ക് വേണ്ട കുറച്ച് സൂചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതനുസരിച്ച് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വാക്ക് പല വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വാക്കിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിയാനുള്ള പ്രത്യേകത. നല്ല വാക്കും ചീത്ത വാക്കും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനും ശുഭപ്രതീക്ഷ നൽകാനുമൊക്കെ വാക്കുകൾക്ക് സാധിക്കും. നിങ്ങളുടെ അനുഭവക്കുറിപ്പിലെ സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ലളിതമായ വാക്കുകളിൽ അർത്ഥം പൂർണ്ണമായി ലഭ്യമാകുന്ന രീതിയിൽ വേണം എഴുതാൻ. ആ അനുഭവത്തിൽ നിങ്ങൾക്കുണ്ടായ വികാരങ്ങൾ എന്തെല്ലാമാണെന്നും രേഖപ്പെടുത്തണം. ഉദാഹരണമായി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ടീച്ചർ നിങ്ങളെ അഭിനന്ദിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷം, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വഴക്ക് കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഭയം, ഇങ്ങനെ എന്തുമാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആദ്യം കടന്നു വരുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. അടുത്ത ചോദ്യം, സങ്കല്പിക്കാൻ കഥ എഴുതാം. നമ്പൂരിയുടെ ചോദ്യം കേട്ട് പാപ്പാൻ ആനയെ കൊടുത്തിരുന്നെങ്കിൽ കഥയായി എഴുതി പൂർത്തിയാക്കുക. കഥ എഴുതുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. കഥയുടെ ഗതിമാറ്റം, കഥാസന്ദർഭത്തിന്റെ വളർച്ച, കഥാപാത്രത്തിന്റെ മനോഭാവത്തിലും സംഭാഷണത്തിലും വരുന്ന മാറ്റം എന്നിവ. അപ്പോൾ എന്നിട്ട് നിങ്ങളെല്ലാവരും ഈ കഥകൾ എഴുതുക. നിങ്ങൾ വ്യക്തിഗതമായി ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഈ കഥകളെല്ലാം ചേർത്ത് പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കാർട്ടൂൺ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആനയെ നമ്പൂരിക്ക് കിട്ടി എന്ന് കരുതുക. തുടർന്നുള്ള സന്ദർഭങ്ങൾ സങ്കല്പിച്ച് കാർട്ടൂൺ വരയ്ക്കുക. അടുത്ത ചോദ്യം, പ്രഭാഷണം തയ്യാറാക്കാം. ഏറെ ശക്തിയുള്ളതാണ് വാക്ക്. വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്ന് വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. വാക്കിന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. യൂണിറ്റിന്റെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള ഈ കാവ്യഭാഗത്തിന്റെ ആശയം ചർച്ച ചെയ്യുക. സമകാലിക സാമൂഹിക വിഷയങ്ങളെ കൂടി മനസ്സിലാക്കി കാവ്യഭാഗത്തെ ആശയവും ഉൾക്കൊണ്ട് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. മാന്യ സദസ്സിന് നമസ്കാരം. മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അവന്റെ ആശയവിനിമയ ശേഷി. മറ്റുള്ളവരുമായി സംസാരിക്കാതെ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. വാക്കുകളിലൂടെയാണ് നാം നമ്മുടെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഈ വാക്കുകൾക്ക് മറ്റുള്ളവരിൽ സന്തോഷവും സങ്കടവും വേദനയും ഭയവും ഒക്കെ ജനിപ്പിക്കാൻ കഴിയും. വാക്കിന് വളരെയധികം ശക്തിയുണ്ട്. വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഊർജം വളരെ വലുതാണ്. നല്ല വാക്കുകൾ കേൾക്കുവാനും പറയുവാനും കഴിയുന്നതും നല്ല വാക്കുകൾ അനുസരിക്കാൻ കഴിയുന്നതും ഒരു മനുഷ്യന്റെ അനുഗ്രഹമായാണ് നാം കരുതേണ്ടത്. വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്ന വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു എന്ന് എഴുത്തുകാരൻ പറയുമ്പോൾ വാക്കിനും ഭാഷയ്ക്കും രക്ഷകർത്താവിന്റെ സ്ഥാനം നൽകുകയാണ്. നമ്മെ കൈപിടിച്ച് നടത്തുന്നതും നന്മതിന്മകൾ പറഞ്ഞു തരുന്നതും മാതാപിതാക്കളാണ്. ആ സ്ഥാനമാണ് വാക്കിനും കവി നൽകുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാനും താഴേക്ക് സഞ്ചരിക്കാനും വാക്ക് കാരണമാകും. നല്ല വാക്കുകൾ നല്ല ജീവിതത്തിലേക്കും മോശം വാക്കുകൾ മോശം ജീവിതത്തിലേക്കും നമ്മെ കൊണ്ടുപോകും. അതിനാൽ നാം ഓരോരുത്തരും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അളന്നു തൂക്കി വേണം ഉപയോഗിക്കാൻ. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റാരുടെയും ജീവിതത്തിന് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ചോദ്യം, കണ്ടെത്താം, വ്യാഖ്യാനിക്കാം. ശൈലി, വ്യാഖ്യാനം. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എന്താണ്? അതിയായി വിഷമിപ്പിക്കുക. ഇനി മറ്റൊരു പഴഞ്ചൊല്ല് നോക്കൂ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഈ പഴഞ്ചൊല്ലിന്റെ വ്യാഖ്യാനം എന്താണ്? അസാധ്യമായിട്ടൊന്നുമില്ല. കൂടുതൽ ശൈലികളും പഴഞ്ചൊല്ലുകളും ശേഖരിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതുക. ശൈലി: ചെണ്ട കൊട്ടിക്കുക, ബുദ്ധിമുട്ടിലാക്കുക. താപ്പാന: അപാരമായ കഴിവുള്ളവൻ. വലിഞ്ഞു കയറുക, ക്ഷണിക്കാതെ വരിക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക.
പഴഞ്ചൊല്ല്: അടി തെറ്റിയാൽ ആനയും വീഴും. എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും. അണ്ണാൻ മൂത്താലും മരംകയറ്റം മറക്കില്ല. ജന്മനാ ഉള്ള സ്വഭാവം പ്രായമായാലും മറക്കില്ല. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം. ഏത് കാര്യത്തിനും രണ്ടഭിപ്രായം. ചിന്ത ചിതവിരിക്കും. അമിതമായ ചിന്ത ആരോഗ്യത്തെ നശിപ്പിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഞാൻ ഇങ്ങനെ പറയും. ഈ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കണ്ടല്ലോ. ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയും? ഇത്തരം പ്രയോഗങ്ങൾ എഴുതി പദച്ചങ്ങല പൂർത്തിയാക്കൂ. ഇത്രടം വര, ഈടവാ, ഇങ്ങട്ടായോ. അടുത്തത് എന്തായിരുന്നു? ചോദിക്കാർന്നു. അതിനെ എങ്ങനെയൊക്കെ പറയാം? ചോദിക്കായിരുന്നു, ചോദിക്കാമായിരുന്നു. പൂവാം. പൂവാം എന്നുള്ളതിനെ എങ്ങനെയൊക്കെ പറയാം? പോവാം, പോകാം. അടുത്തത് ഭാഷാഭേദങ്ങൾ തിരിച്ചറിയാം. എല്ലാവരും എല്ലാ നാട്ടിലും സംസാരിക്കുന്നത് ഒരുപോലെയാണോ? വായിച്ചു നോക്കുക. ഇനി ഭാഷാഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഷ തന്നെ വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുന്നതിനാണ് ഭാഷാഭേദമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങേ അറ്റത്തുള്ള സംസാര രീതിയും നമ്മുടെ കൊല്ലം ജില്ലയിലെ സംസാര രീതിയും അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ സംസാര രീതിയും നോക്കൂ. മൂന്നിടത്ത് മൂന്ന് രീതിയിലല്ലേ സംസാരിക്കുന്നത്. ഇനി കണ്ണൂർ, കാസർഗോഡ് സ്ഥലങ്ങളിലാണെങ്കിലോ അത് മറ്റൊരു രീതിയാണല്ലേ. പക്ഷേ ഇവരെല്ലാം സംസാരിക്കുന്ന മലയാളം തന്നെയല്ലേ. അപ്പോൾ ഒരു ഭാഷ തന്നെ വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുന്നതിനെ നമ്മൾ ഭാഷാഭേദമെന്ന് പറയുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നോക്കൂ. കാരശ്ശേരിയിലെ കിസ്സകൾ എന്ന എം.എൻ. കാരശ്ശേരിയുടെ കൃതിയിലെ ഭാഗവും സാറാ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന നോവലിലെ ഭാഗവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കാരശ്ശേരിയിലെ കിസ്സകളിലെ ഭാഗം നോക്കാം. മൂത്താപ്പയുടെ ചില രീതികൾ നല്ല രസമാണ്. ആ വീട്ടിൽ ചെന്ന ദിവസം തന്നെ ഫോൺ ചൂണ്ടിക്കാട്ടി എന്നോട് ചോദിച്ചു, ഇതെന്താണെന്നറിയോ അനക്ക്? ഫോണാണ്. എന്തിനുള്ളതാ? വർത്താനം പറയാൻ. ആർക്ക് വർത്താനം പറയാൻ? ഞാൻ മിണ്ടിയില്ല. മൂപ്പർ വിസ്തരിച്ചു. എനിക്ക് വർത്താനം പറയാൻ, അനക്കല്ല. ഇതിൻ്റെ നമ്പറൊന്നും എൻ്റെ ലോകിക്കാർക്ക് കൊടുക്കണ്ട. ഈ ഫോണിൽ ഈ ആരെയും അങ്ങോട്ട് വിളിക്കാൻ പാടില്ല. അന്നെ ആരും ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല. തിരിഞ്ഞോ? ആ. ഇനി അടുത്തത് സാറാ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന നോവലിലെ ഭാഗമാണ്. ലൂസി കുളി കഴിഞ്ഞ് ബ്രിജിത്തയുടെ അരികിലൂടെ കടന്നുപോയി. ബ്രിജിത്ത വടിയെടുത്ത് അവളെ തടഞ്ഞു നിർത്തി. നീ പിന്നെയും വാസന സോപ്പ് വാങ്ങി അല്ലേരി? ലൂസി ചിരിച്ചു. കാശ് എവിടെന്നുണ്ടേ? ലൂസി ചിരിച്ചു. മുട്ട കട്ടൂല്ലേ? ലൂസി ചിരിച്ചു. കോഴിക്കാട്ടം, ചാണം, ആട്ടിൻമൂത്രം ഇതിൻ്റെയൊക്കെ നാറ്റം പോവാൻ ലൂസി പിന്നെ എന്തൂട്ടാ ചെയ്യാ? ഈ രണ്ട് കഥാഭാഗങ്ങൾ നിങ്ങൾ വായിച്ചില്ലേ? ഇതിലെ രണ്ടിലെയും സംഭാഷണ ഭാഷകൾ വ്യത്യസ്തമല്ലേ? അപ്പോൾ ഇത് വായിച്ച് പ്രത്യേകതകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ കൂടി മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കൂ. നമ്മൾ കഴിക്കുന്ന ചീനിയില്ലേ? അപ്പം ചില സ്ഥലങ്ങളിൽ ചീനി എന്ന് പറയുന്നു, ചിലയിടത്ത് കപ്പ എന്ന് പറയുന്നു, മരച്ചീനി എന്ന് പറയുന്നു, കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നു. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ പപ്പായ എന്ത് ചെയ്യുന്നു? ചില സ്ഥലങ്ങളിൽ പപ്പായയ്ക്ക് നമ്മൾ കപ്പയ്ക്ക എന്ന് പറയുന്നു, കപ്പളങ്ങ എന്ന് പറയുന്നു, ഓമയ്ക്ക എന്ന് പറയുന്നു, കർമൂസ എന്ന് പറയുന്നു. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒരേ വസ്തുക്കൾ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. ഇതും ഭാഷാഭേദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ സംസാരിക്കുന്ന രീതി, ഓരോരുത്തരും സംസാരിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവത്തില്ലേ? ഒരു ചെറിയ താളമൊക്കെ ഇട്ട് സംസാരിക്കുന്നവർ കാണും, വളരെ വേഗത്തിൽ സംസാരിക്കുന്നവർ കാണും. അപ്പോൾ അതൊക്കെ എന്താണ്? ആ നാടിൻ്റെ പ്രത്യേകതയാണല്ലേ. അപ്പോൾ ഇത്തരം പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് സിനിമകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള സംഭാഷണ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അത് മനസ്സിലാക്കിയതിന് ശേഷം മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കൂ. ഇനി പാഠഭാഗത്ത് നിന്ന് ഫലിത പരിഹാസങ്ങൾ വരുന്ന ഭാഗങ്ങൾ കണ്ടെത്താനായി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി പ്രിയ ASന്റെ പ്രണയപൂർവ്വം ചില ഏടുകൾ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. കിണറ്റിൻകരയിലെ കുട്ടി. വടക്കുംപുറത്തെ അടുക്കളയരികിലെ ചെമ്പരത്തിക്കാടുകൾക്കരികിലെ കിണർ. പടർന്ന് പന്തലിച്ചു തുടങ്ങിയ മാവ് കാരുണ്യപൂർവ്വം നീട്ടിയ തണൽ പുതച്ച് ആലസ്യം പൂണ്ടുകിടക്കുന്ന കിണർ. അതിനരികിലാണ് എൻ്റെ താവളം. കിണർ ഭിത്തിയിൽ ചാരി കാൽ നീട്ടി മണ്ണിലിരിക്കുമ്പോൾ ഭൂമി മുഴുവനും സ്വപ്നലോകമാകും. കിണറ്റിനുള്ളിലുമുണ്ട് സ്വപ്ന സദൃശ്യമായ മറ്റൊരു ലോകം. അവിടെ വലകെട്ടി നേർത്തു നീണ്ട കാലുള്ള എട്ടുകാലി പോലുള്ള ചില ജീവികൾ താമസിക്കുന്നത് നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഒരു മാവില വലയിൽ വീണാൽ ആകാശം ഇടിഞ്ഞു വീണതുപോലെ ആ ജീവികൾ നെട്ടോട്ടമോടും. ഒരു മൂലയിൽ പതുങ്ങിയിരിക്കും. നേരെ മറിച്ച് വീണതൊരു ഈച്ചയാണെങ്കിൽ മഞ്ഞു വീണും വെയിലേറ്റും തിളങ്ങുന്ന നൂൽവലയിലൂടെ നൃത്തം ചെയ്തു വന്ന് അതിനെ നുണഞ്ഞിറക്കും. വെയിലിന് ഇളം ചൂട് പിടിക്കുന്ന നേരം കിണറിനുള്ളിലേക്ക് മറ്റൊരു കൂട്ടം വിരുന്നുകാർ വരും. തുമ്പികൾ. പോക്കുവെയിലിൻ്റെ നിറത്തിൽ പൂവിതളുകളുടെ ആകൃതിയിൽ അവിടിവിടെ കറുത്ത പൊട്ടുകളുള്ള സുതാര്യ ചിറകുകളുമായി സുന്ദരി തുമ്പികൾ പല വിധാനത്തിൽ ക്രമമില്ലാതെ അവ കിണറ്റിനുള്ളിൽ പറന്നു നടക്കും.
പടർന്നു പന്തലിച്ചു തുടങ്ങിയ മാവ്, തണൽ പുതച്ച് ആലസ്യം പൂണ്ടു കിടക്കുന്ന കിണർ, എത്ര മനോഹരമായാണ് ഇവിടെ കാഴ്ചകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ കാഴ്ചകൾ ആസ്വദിക്കാറില്ലേ? ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാവ്യാത്മകമായി എഴുതുക. ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച, പ്രഭാതത്തിൻ്റെയോ സൂര്യോദയത്തിൻ്റെയോ സൂര്യാസ്തമയത്തിൻ്റെയോ മഴയുടെയോ എന്ത് കാഴ്ച വേണമെങ്കിലും ആകാം, അതിനെപ്പറ്റി വളരെ മനോഹരമായി എഴുതി എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുക. നമ്മുടെ വാക്ക് എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.